ഫാദറിന്റെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് വേണമെങ്കിൽ ഹോട്ടലിൽ പോവാൻ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്ക്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പേരുണ്ട്, ലെസ്ബിയൻ കപ്പിൾസാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. 2-3 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു അവരുടെ മാതാപിതാക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാക്കിയതിന് ശേഷം ഈ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, കോടതി ഇടപെടുന്നു. അങ്ങനെ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതായത് രണ്ടുപേരും വിദേശത്താണ് വളർന്നത്, സൗദി അറേബ്യയിലായിരുന്നു. അവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും. ഇവരുടെ മാതാപിതാക്കൾക്ക് രണ്ടുപേരുടെ മാതാപിതാക്കൾക്കും അവിടെ ജോലിയായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബ സുഹൃത്തുക്കളാണ്. അങ്ങനെയാണ് ഈ രണ്ട് പെൺകുട്ടികളും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതും ഒരാളെ നേരെ നാട്ടിലേക്ക് കടത്തുകയും ചെയ്തു. അതിൻ്റെ പുറകെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേയാളും വരികയും അങ്ങനെയാണ് കോടതിയിലൊക്കെ ഇത് പോയത്. ഏതായാലും അത് കഴിഞ്ഞതിന് പിന്നെയെന്ന് പറഞ്ഞ മാതാപിതാക്കൾ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വന്നിട്ടില്ല. അതായത് ഇവരെ പറ്റിയിട്ട് ഗുണം പറയാനോ ഇല്ലെങ്കിൽ ദോഷം പറയാനോ ഒന്നും വന്നിട്ടില്ല. ഇവരാണെങ്കിലും മാതാപിതാക്കളെ അത്രത്തോളം പിന്നീട് കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ഒരു ഇൻ്റർവ്യൂവിൽ പോലും വന്നിട്ട് മാതാവ് അങ്ങനെയാണ്, പിതാവ് ഇങ്ങനെയാണ് എന്നൊന്നും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്ന അവർക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതാണ് അവർ പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഇതുപോലെയുള്ളൊരു സംഭവം വരുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നാട്ടിൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് ശരിയാകും എന്നുള്ള തരത്തിലായിരുന്നു അവരൊക്കെ. പക്ഷേ ഇത് കൂടിയതല്ലാതെ കുറഞ്ഞില്ല എന്ന് പിന്നീട് മനസ്സിലാക്കുകയും അങ്ങനെ നാട്ടിലേക്ക് രണ്ടുപേരെയും വിടുകയും അവരെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി വിടുകയും ഇപ്പോഴവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പവുമില്ല, അവർക്കും കുഴപ്പമില്ല, മാതാപിതാക്കൾക്കും കുഴപ്പമില്ല. ഏതായാലും അത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അവരുടെ ജീവിതമാണ്, അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ നിയമങ്ങൾ എല്ലാം അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാനും കഴിയില്ല. എന്നാലും ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അവർക്ക് വരാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഇവർ വിളിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പലപ്പോഴും ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻ്റർവ്യൂ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താൽ മാത്രമേ ആ ഇൻ്റർവ്യൂവിനും ഒരു ഹൈലൈറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായത്. അതിൻ്റെ അകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇതുപോലൊരു സംഭവം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഈ ഒരു സമയത്ത് ഇത് പറയാനുള്ള കാരണം? സ്ട്രെങ്ത്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. എനിക്ക് ഇത്രത്തോളം അതിനിടയ്ക്ക് ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമില്. പിന്നെ ഫാദറിന്റെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് വേണമെങ്കിൽ ഹോട്ടലിൽ പോവാൻ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരു വിചാരം ഒരു കൂടെ കിടന്നാൽ എന്തോ മാറുന്നുള്ളൊരു സംഗതി. ഇതൊക്കെ നമ്മൾ കേട്ടും ഇത്ര അനുഭവിച്ച് വന്ന് നിൽക്കുമ്പോ എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് എനിക്കത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സംഭവം നടന്നിട്ട് ഏകദേശം 3-4 വർഷമായി. ഇതുവരെ ഇവർ എവിടെയും വന്ന് പറയാത്ത ഒരു കാര്യം ഇപ്പോഴെന്തിനാണ് പറഞ്ഞതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ധിക്കരിച്ച് ഇവർ ഇറങ്ങിപ്പോകുന്നു. അവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ അവർക്ക് ആ ഒരു വേദന തന്നെ അവരുടെ മനസ്സിലുണ്ടാകും. ഇപ്പോഴും ആ ഒരു വേദന അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് ഇവർ ഇതുപോലെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്വന്തം ബാപ്പ എന്നെ അബ്യൂസ് ചെയ്തു, അത് മാത്രവുമല്ല ഇളയപ്പയും പിന്നെ ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോകാൻ നോക്കി, അങ്ങനെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇവളുടെ രോഗം മാറുമെന്ന് അവരൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് പറയുന്നത്. അതായത് ഏത് അർത്ഥത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. ഇനി ഉള്ള കാര്യമാണെങ്കിൽ കൃത്യമായിട്ടും ഇവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാം. അതായത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പാനെയും അതുപോലെ ഇളയപ്പാനെയും ബന്ധുക്കളെയൊക്കെ തൂക്കിയെടുത്ത് പോലീസ് കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവർ 18 വയസ്സ് തികയുന്ന അന്നാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ 18 വയസ്സിന് മുന്നേ ആണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ പ്രായപൂർത്തിയാകാത്തതാണ്. അപ്പോഴെങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോക്സോ തന്നെയാണ്. ഇപ്പോഴും ഇവർക്ക് കംപ്ലയിൻറ്റ്
കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇല്ലാത്ത കാര്യമാണെങ്കിൽ മക്കളെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നിങ്ങളെ വളർത്തി വലുതാക്കിയ, കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ നോക്കി വളർത്തി വലുതാക്കിയ ബാപ്പയും ഉമ്മയുമാണ്. അവർ തന്ന സ്നേഹമാണ്, അതുപോലെ തന്നെ അവർ തന്ന ആഹാരമാണ്, അവർ തന്ന വിദ്യയാണ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത്. നിങ്ങൾ ഇന്നീ നിലയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് വഹിച്ചത് ഈ മാതാവും പിതാവും തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പോഴും നിങ്ങളെ താങ്ങി നടക്കാൻ ഒരുപാട് പേരുണ്ടാകും. നിങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോഴും നിങ്ങളെ കൊണ്ടുപോകാനും സംരക്ഷിക്കാനും പാർപ്പിക്കാനും അതുപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാകും. അതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യമാണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പിതാവും അതുപോലെ തന്നെ മാതാവും അവരനുഭവിച്ച ത്യാഗം അത് നിങ്ങൾ ആലോചിക്കണം. അവരെത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ അവരുടെ എല്ലാ സൗജന്യങ്ങളും നിങ്ങൾ പറ്റിയതിന് ശേഷം നിങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കാൻ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളൊരു അഹങ്കാരത്തിലാണ് നിങ്ങളിത് പറയുന്നുണ്ടെങ്കിൽ ഇത് വളരെ മോശം തന്നെയാണ്. ഇനി ഉള്ള കാര്യം തന്നെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട വേദി ഇതായിരുന്നില്ല. നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടി മുന്നേ പറയാമായിരുന്നു. ഒന്നും പറയാതെ ഇത്രയും വർഷം ഇത് മൂടി വെച്ചതിന് ശേഷം ഈ ഒരു അവസരത്തിൽ വന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലുകാർക്ക് അതുപോലെ തന്നെ ഈ അഭിമുഖം എടുത്തവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടും. അവർക്കിത് കേൾക്കേണ്ട താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എന്താ പറയുക തമ്മിലയിലും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ട് എഴുതി വിടുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞ ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് മാതാപിതാക്കളോട് ദേഷ്യമുണ്ടാകാം നമുക്കെല്ലാവർക്കും, അവർ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിലൊക്കെ പെട്ട് അങ്ങനെ മാതാപിതാക്കൾ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ നിമിഷമോ ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പ്രതികരിക്കണം. അല്ലാതെ ഇമാതിരി തോന്നിയവാസം ഇതുപോലെയുള്ള ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷം അതുണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർക്കുണ്ടാകുന്ന വേദനകൾ അത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉണ്ടായതാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അത് നിയമ നടപടികൾ സ്വീകരിക്കണം. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള കാര്യപ്രാപ്തിയും അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഈ മാതാപിതാക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം പോലും പൊറുക്കത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഉള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിയമത്തിൻ്റെ വഴിയിൽ പോകുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദില നൂറ എന്ന് പറയുന്ന 2 പേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ജോലികൾ കിട്ടി, അതുകൊണ്ട് തന്നെ നല്ല പൈസയുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇവർ ആക്റ്റീവാണ്, അങ്ങനെയൊക്കെയുള്ള 2 പേരാണ്. പക്ഷേ വേറെ ഒരു പെൺകുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും പകച്ചുപോയേനെ. കാരണം വിദ്യാഭ്യാസമില്ല, ജോലി ഇല്ലെങ്കിൽ ഇതുപോലൊന്നും ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആദില നൂറ എന്ന് പറയുന്നത് ആ വിദേശത്ത് പഠിച്ചതുകൊണ്ടും അവർക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഈ മാതാപിതാക്കളെ പൈസ കൊണ്ട് തന്നെയാണ് അവരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് ചെറിയൊരു വിഷമം വന്നപ്പോഴേ അവരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട്, പക്ഷേ അതൊക്കെ വളച്ചൊടിച്ചതിന് ശേഷം ഇതിങ്ങനെയാണെന്ന് വരുത്തി തീർക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നത്തെ ഒരു തലമുറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞ് പഴയ ഒരു തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അംഗീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാലും എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, അതായത് ഇപ്പോഴും എല്ലാവർക്കും നമുക്കറിയാലോ സ്വാതന്ത്ര്യം, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനർത്ഥങ്ങൾ ഒരുപാട് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ഓവർ സ്വാതന്ത്ര്യം കൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ വിലയറിയാതെ ചില ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞങ്ങളോ ഇങ്ങനെയായി, ഇനി മറ്റുള്ളവനോ അങ്ങനെ ജീവിക്കണ്ട. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ ആരെങ്കിലും ഇതുപോലെ ഒന്ന് ഇറങ്ങി പുറപ്പെട്ട് ഞാൻ നിമിഷം ഇവരെ സ്വീകരിക്കും, അങ്ങനെ സ്വീകരിച്ചിരുത്തും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചത് കൊണ്ടാണ് പല ആൾക്കാരെന്ന് പറയുന്നത് ഇന്ന് ജയിലിൽ കിടക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല കേസുകളിലും പെട്ട് കിടക്കുന്നു, പിന്നെ ജീവിതം നശിച്ച് കിടക്കുന്നവരുണ്ട്. പക്ഷേ ആദില നൂറ എന്ന് പറയുന്ന 2 പേരെ ഞാൻ ഒരിക്കലും ആ ഒരു ഗണത്തിൽ കൂട്ടുന്നില്ല. അവർ വളരെ നല്ല രീതിയിൽ ജോലി കണ്ടുപിടിച്ചു, ഇപ്പോൾ വളരെ സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് അങ്ങനെ ഒരു ദുരനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.